തിരുച്ചിറപ്പള്ളിയിൽ ചേർന്ന യോഗത്തിനു ശേഷമാണ് ജി.കെ. വാസൻ കോൺഗ്രസ് വിടുന്ന കാര്യം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. കോൺഗ്രസ് ഹൈക്കമാൻഡ് തുടർച്ചയായി അവഗണിക്കുന്നുവെന്ന് ആരോപിച്ചാണ് രാജി. കോൺഗ്രസിന്റെ 3 എം.എൽ.എമാരും വാസനൊപ്പം പാർട്ടി വിടുന്നതായി പ്രഖ്യാപിച്ചു. തന്നോടൊപ്പമുള്ളവരുമായി ചേർന്ന് പുതിയ രാഷ്ട്രീയ വേദി രൂപീകരിക്കുമെന്ന് ജി.കെ. വാസൻ പറഞ്ഞു. പുതിയ പാർട്ടിയുടെ കൊടിയും ചിഹ്നവും പിന്നീട് പുറത്തിറക്കും. എന്നാൽ പഴയ ടി.എം.സി പുനരുജ്ജീവിപ്പിക്കുകയാണ് വാസന്റെ ലക്ഷ്യമെന്നും സൂചനയുണ്ട്. കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായി ഇളങ്കോവനെ ഹൈക്കമാൻഡ് നിയോഗിച്ചതോടെയാണ് തമിഴ്നാട് കോൺഗ്രസിൽ വീണ്ടും പ്രശ്നങ്ങൾക്ക് തുടക്കമായത്. വാസൻ പക്ഷക്കാരനെ പ്രസിഡന്റാക്കണമെന്ന നിർദ്ദേശം തള്ളിയാണ് ഹൈക്കമാൻഡ് ഇളങ്കോവനെ നിയമിച്ചത്. ഇതിൽ പ്രതിഷേധിച്ച് തമിഴ്നാട് കോൺഗ്രസ് കമ്മിറ്റിയിൽ നിന്നും വാസൻ അനുകൂലികൾ രാജിവെച്ചു. മുതിർന്ന നേതാക്കളും മുൻ എം.എൽ.എമാരുമായ ജ്ഞാനദേശികൻ, വിധിയൽ ശേഖർ എന്നിവരും ജി.കെ. വാസനൊപ്പമുണ്ട്. വാസൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് തമിഴ്നാട് സ്റ്റുഡൻസ് കോൺഗ്രസ് പ്രസിഡന്റ് സുനിൽ രാജ് ഉൾപ്പെടെ 32 ഭാരവാഹികൾ രാജിവെച്ചു. പിളർപ്പ് ഭീഷണിക്കിടെ ടി.എൻ.സി.സി പ്രസിഡന്റായി ഇളങ്കോവൻ സ്ഥാനമേറ്റു. അനുനയ ശ്രമങ്ങൾക്കായി പി. ചിദംബരവും കോൺഗ്രസ് നേതൃത്വവും വാസനുമായി ചർച്ച നടത്തിയിരുന്നുവെങ്കിലും അദ്ദേഹം നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. ന്യൂസ് ഡെസ്ക് മീഡിയ 1.